ചേലക്കരയിലെ സ്ട്രോങ് റൂം ദൃശ്യങ്ങളാണ് കാണുന്നത് അല്ലേ സാലി അവിടെ നിന്നാണ് സംസാരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ സ്ട്രോങ് റൂമിന്റെ മുന്നിലാണുള്ളത്. അകത്ത് മെഷീനുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് പുറത്ത് മെഷീനുകൾ ട്രാൻസ്പോർട്ടിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ, അതായത് കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് എത്തിക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ക്യൂ നിൽക്കുന്നുണ്ട്. ഈ യന്ത്രങ്ങൾ അവർ ഇവിടെ നിന്ന് ഏറ്റുവാങ്ങി കൗണ്ടിംഗ് ടേബിളുകളിൽ എത്തിച്ചാൽ ഉടൻ തന്നെ കൗണ്ടിംഗ് ആരംഭിക്കും. ഇവിടെ EVM-ലേക്ക് കടന്നിട്ടില്ല. കൗണ്ടിംഗ് ടേബിളിൽ എത്തിച്ചാൽ ഉടൻ 180 ബൂത്ത് 13 റൗണ്ട് അല്ലേ? 13 റൗണ്ടാണ്. വരവൂരിൽ തുടങ്ങി പഴയന്നൂരിൽ അവസാനിക്കും അല്ലേ? തീർച്ചയായിട്ടും അത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി എന്ന വിവരം ലഭിക്കുന്നു. ഇവിടെ അനൗൺസ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വോട്ടെണ്ണൽ ദിനത്തിലെ ആദ്യത്തെ വിവരം എന്നുള്ളതാണ് ചേലക്കരയിൽ പോസ്റ്റൽ വോട്ട് അവിടെ അത് അനൗൺസ് ചെയ്തിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് സാലി മുഹമ്മദ് പറഞ്ഞത്. കുട്ടനിലേക്ക് കൂടി ഒന്ന് പോകാം. കുട്ടൻ, പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയോ? പാലക്കാട് വോട്ടെണ്ണൽ തുടങ്ങിയോ? പാലക്കാട് പോസ്റ്റൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന്റെ ക്രമീകരണം നടന്നു വരികയാണ്. അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും മനു. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ നഗരസഭയുടെ വോട്ടെണ്ണും പിന്നീട് പിരായിരി, മാത്തൂര്, കണ്ണാടി, അങ്ങനെ ക്രമത്തിൽ തന്നെയാണ് ഈ വോട്ടെണ്ണൽ നടക്കുന്നത്. റൈറ്റ്. ഏതായാലും വോട്ടെണ്ണൽ ആരംഭിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് സാലി സൂചിപ്പിച്ചതുപോലെ ചേലക്കര നമ്മളെടുത്താൽ ചേലക്കരയിൽ മുമ്പ് പറഞ്ഞ പോലെ 13 റൗണ്ടാണ് മനു എണ്ണാൻ പോകുന്നത്. 13 റൗണ്ട് വരവൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങി ദേശമംഗലത്തിലൂടെ 13 ബൂത്തുകളാണ്. അതെ, 13 1 മുതൽ 13 വരെ ബൂത്തുകൾ വരവൂർ ഓർത്തു വെക്കുക. ചേലക്കര വോട്ടെണ്ണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വരവൂർ ഗ്രാമപഞ്ചായത്ത് 1 മുതൽ 13 വരെ, 14 തൊട്ട് 28 വരെ ദേശമംഗലം 15 ബൂത്താണുള്ളത്. 29 മുതൽ 46 വരെ വള്ളത്തോൾ നഗറാണ് ചെറുതുരുത്തി. പിന്നെ 47 മുതൽ 65 വരെ പാഞ്ഞാലാണ്, അവിടെ 19 ബൂത്തുകൾ. പിന്നെ ചേലക്കര അവിടെ 30 ബൂത്തുണ്ട്. 66 മുതൽ 96 വരെ. കൊണ്ടാഴി 97, 112, 113 മുതൽ 132 തിരുവല്ലോമല, 133, 147 മുള്ളൂർക്കര, 148, 177 പഴയന്നൂർ. അവിടെ തീർന്നു. അവിടെ ചേലക്കരയുടെ വോട്ടെണ്ണൽ തീരും. 13 റൗണ്ടുകളിലായി 14 ബൂത്ത് വെച്ച് 13 റൗണ്ടുകൾ. ഒരു റൗണ്ടിൽ 14 ബൂത്ത് വെച്ച് 13 റൗണ്ടുകൾ ഉണ്ടാകും. കുറിച്ചു വെച്ചോ, മനസ്സിൽ വെച്ചോ. വരുന്നു ജോഷില ചേരുന്നുണ്ട് തിരുവമ്പാടിയിൽ നിന്ന്. ജോഷില, വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് 3 ഇടത്തായിട്ടാണ് വോട്ടെണ്ണൽ ആരംഭിച്ചോ? പോസ്റ്റൽ വോട്ടുകളാണോ? ശരത്, പോസ്റ്റൽ വോട്ടുകൾ വയനാട് വെച്ചാണ്, അതായത് ഞാനിപ്പോൾ ഉള്ള തിരുവമ്പാടിയിലാണ്. വയനാട് വെച്ചാണ് പോസ്റ്റൽ വോട്ടുകൾ, തിരുവമ്പാടിയിലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത്. 1096 വോട്ടുകൾ എണ്ണാനുണ്ട്. അത് വയനാട് വെച്ചാണ്. അതിനുശേഷം 8:30-ക്ക് ശേഷമായിരിക്കും ഇവിടെ മറ്റ് വോട്ടുകൾ എണ്ണി തുടങ്ങുക. ശരി, ജോഷില സൂചിപ്പിച്ചത് 3 ഇടത്തായിട്ടാണ്. മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി ഇപ്പോൾ ജോഷില നിൽക്കുന്ന സ്ഥലത്തും അവിടെയും അതുപോലെ തന്നെ കൽപ്പറ്റയിലുമായിട്ടാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ. തപാൽ വോട്ടുകൾ എണ്ണുന്നത് കൽപ്പറ്റയിലാണ്. വയനാടിന്റെ ഭാഗമായിട്ടുള്ള, വയനാട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള കൽപ്പറ്റയിലാണ് വോട്ടെണ്ണൽ. അങ്ങനെയാണ് അതിന്റെ ക്രമീകരണം വന്നിട്ടുള്ളത്. ആദ്യ ഫല സൂചനകൾ ഉടനറിയാം എന്ന് പറയുന്ന വോട്ടെണ്ണൽ ദിനത്തിലെ ആ പതിവ് വാചകം തന്നെയാണ്, ആ പതിവ് വാക്യം തന്നെയാണ് ഞങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം. ഇത്ര ദൈർഘ്യമുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അല്പസമയം എന്ന് പറയും. പക്ഷേ തപാൽ വോട്ടുകൾ കഴിഞ്ഞ് വോട്ടെണ്ണൽ ഓരോ റൗണ്ട് പിന്നിടുമ്പോഴാണ് ലീഡ് നിലയിലേക്ക് വരാൻ വോട്ടുകളും ആദ്യഘട്ടത്തിൽ എണ്ണുന്നുണ്ടല്ലേ? അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ക്രമീകരണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ അല്പസമയത്തിനകം തന്നെ ഫലസൂചനകൾ അറിയാം. ഒരു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ആ ഫലസൂചനകൾ വളരെ വേഗത്തിൽ എത്തി തുടങ്ങും. വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് പാലക്കാട് നോക്കിയാൽ മനു പറഞ്ഞതുപോലെ ഇപ്പോൾ 80 വയസ്സ് പ്രായം കഴിഞ്ഞ ആളുകൾ അത്തരം വോട്ടുകളൊക്കെ എണ്ണുന്നതിന്, സർവീസ് വോട്ടുകൾ എണ്ണുന്നതിന് ഇപ്പോൾ 184 ബൂത്തുകൾ, ഒരു റൗണ്ടിൽ 14 ബൂത്തുകൾ വെച്ച് അങ്ങനെ 14 റൗണ്ടാണ് ഉള്ളത്. അപ്പം അതിൽ തന്നെ 4 ടേബിളോളം ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, അതുപോലെ തപാൽ വോട്ടിനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ ചേലക്കരയെക്കുറിച്ച് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട നിലയിൽ പാലക്കാടിൻ്റെ വോട്ടെണ്ണൽ ക്രമം എങ്ങനെയാണ് എന്ന് നോക്കാം. അതിൽ മുമ്പ് പറഞ്ഞതുപോലെ 184 ബൂത്തുകളാണ് ഉള്ളത്. അതിൽ 1 മുതൽ 104 വരെ പാലക്കാട് 957 പോസ്റ്റൽ വോട്ടുകളാണ് ആകെ ഉള്ളത്. 957 പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. സച്ചിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സച്ചിൻ, 957 പോസ്റ്റൽ വോട്ടുകളാണ് പാലക്കാട് ആകെയുള്ളത്. വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു.
തീർച്ചയായും മനു ശരത്, വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. നിർണായകമായ പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ എണ്ണുന്നത്. 5 ടേബിളുകളിലായിട്ടാണ് പാലക്കാട് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത്. അതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആകെ മറ്റു വോട്ടുകൾ അടക്കം എണ്ണുന്നത് ഒരു വിവരം കൂടി വരുന്നത് UR പ്രദീപ് പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ മുന്നിലാണ്. ചേലക്കരയിൽ ആദ്യ ഫലസൂചന, ചേലക്കരയിൽ UR പ്രദീപ് LDF സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു. പോസ്റ്റൽ വോട്ടുകൾ ദിനത്തിലെ ആദ്യത്തെ ഫലസൂചന വന്നത് ചേലക്കരയിൽ നിന്നാണ്. UR പ്രദീപ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്ന ഈ ഘട്ടത്തിൽ മുന്നിലാണ് എന്ന വിവരം, വളരെ പ്രധാനപ്പെട്ട ആ വിവരം പ്രേക്ഷകർക്ക് അതിവേഗം മനസ്സിലാക്കാൻ കഴിയും വിധത്തിലാണ് കൈരളി ന്യൂസ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. UR പ്രദീപ് മുന്നോട്ട് ചേലക്കര LDF പ്രദീപിനെ നമ്മൾക്ക് സ്ഥാനാർത്ഥിയെയും ആ സ്ക്രീനിൽ കാണാം. അങ്ങനെയാണ് 3 മണ്ഡലങ്ങളെയും ക്രമീകരിച്ചിട്ടുള്ളത്. സച്ചിനിലേക്ക് പോകാം. സച്ചിൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ചേലക്കരയിൽ UR പ്രദീപ് ആണ് ആദ്യ ലീഡ് വാർത്ത വിവരം വന്നിട്ടുള്ളത്.